എക്സ്ക്യൂസ് മീ, യെസ്. മേജർ ചന്ദ്രശേഖർ. ഡിഫൻസ് റിസർച്ച് ലാബിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. വെപ്പൺസ് ഡിസൈനർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം. അയാൾ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ കഴിഞ്ഞു. അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം കോൺഫിഡൻഷ്യൽ ആണെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. റൂൾസ് നിങ്ങൾക്കുള്ളതാണ്, ഞങ്ങളെപ്പോലുള്ള ക്രിമിനൽസിന് വേണ്ടിയുള്ളതല്ല. ചണ്ഡീഗഡ് സെക്ടർ 23-ല് നിന്റെ ഓൾഡ് പാരന്റ്സ് ഇപ്പോഴുമില്ലേ? പാവം, അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യത്തെ രക്ഷിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, സ്വന്തം ഫാമിലി രക്ഷിക്കാനും ഒരു സൈനികൻ ബാധ്യസ്ഥനാണ്. ഡീറ്റെയിൽസ്. ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ അഡ്രസ്സിൽ നിന്നാണ് നടന്നിട്ടുള്ളത്. വീട് നന്നായിട്ടുണ്ട് മോനെ. അല്ല, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഇത്രയും വലിയ വീടൊക്കെ വാങ്ങാൻ? ഈ എക്സ്പോർട്ടില്ലേ, എക്സ്പോർട്ടിന്റെ ബിസിനസ്സാ. ഇവിടെയുള്ള ചില സാധനങ്ങളൊക്കെ ഞങ്ങള് കയറ്റി അയക്കുകയല്ലേ. അതെയോ? കൊള്ളാം മോനെ, നന്നായി വരും. നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഫലം ഉണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും നീ ദുഃഖിക്കരുത്. ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ. അത് മതിയമ്മേ. കേട്ടില്ലേ അച്ഛാ അമ്മ പറയുന്നൊക്കെ? അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരും. എന്താ നീ പറയുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തൊക്കെ പോയി നോക്ക്. കൊച്ചേ, നീ ആരാ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസറോ? 3 ഭാഷയിൽ വെച്ച് കീറാൻ. ഏതാടി നീ? നിങ്ങൾ ഏത് ഭാഷക്കാരെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞങ്ങളുടെ ഭാഷയിൽ തന്നെ അങ്ങ് പറ. എന്റെ പേര് നന്ദുന്നാ. ഞാൻ SRM കോളേജിലെ BSc ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ആന്റി. ഒരു 4 റൗഡികൾ എന്റെ പിന്നാലെ വന്നു. എന്തിനാ പിന്നാലെ വന്നത്? അതോ, സൗന്ദര്യമാണ് എന്റെ ശാപം. അതിനിപ്പോ എന്തുണ്ടായി കുട്ടി? എന്നെ കാണാൻ ഒരു സുന്ദരി കുട്ടിയില്ലേ ആന്റി, അതുകൊണ്ട് അവര് പിന്നാലെ വന്നേ. ഇങ്ങനെ തുണിയില്ലാതെ നടന്ന ആണുങ്ങൾ പിന്നാലെ വന്നില്ലെങ്കിലേ അതിശയുള്ളൂ. എന്ത് ചെയ്യാനാ? ചുരിദാറും പാവടയും ബ്ലൗസും ഒക്കെ ഇട്ട വല്ല പട്ടിക്കാട്ടുകാരിയാണെന്ന് പറയും. മോഡേൺ ഡ്രസ് ഇട്ടാലോ പുറകെ മണപ്പിച്ചോണ്ട് വരികയും ചെയ്യും. അല്ല, ഇതാന്റിയുടെ മോനാ? അതെ മോളെ. നിങ്ങൾ ഇവിടുത്തുകാരി തന്നെയാ? ആണെങ്കിൽ എന്താ വേണ്ടേ? അല്ല, ഇതുവരെ എന്റെ പുറകെ നടന്ന് കണ്ടിട്ടില്ല. ഇവിടെ എന്റെ പുറകെ നടക്കാത്തവര് കുറവാണ് ആന്റി. എന്റെ മോനെ അതിനൊന്നും കിട്ടില്ല കൊച്ചേ. വലിയൊരു സൽമാൻ ഖാൻ. ആന്റി, ഓടി ഓടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും കുടിക്കാൻ. നിക്കേ. താങ്ക് യു ആന്റി. വീട് വലിയ കുഴപ്പമില്ല, സ്വന്തമാ. എന്താണിത്? അമ്മ എങ്ങനെ കണ്ട? അമ്മ ഭയങ്കര പേടിയാണല്ലേ? അത്രം പോലും എന്നെ പേടിയില്ല. അതാ ഞാൻ വന്നേ. 4 ദിവസമായിട്ടൊരു കോള് പോലും ചെയ്യാതെ നടക്കുക. ഇനി എന്നാ ഞാനിവിടെ കയറി വരും. എന്താടീ കാണിക്കുന്നേ? ഒന്നുമില്ലമ്മേ, ഇതുപോലെ റൗഡികൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്ന സെൽഫ് ഡിഫൻസ് ചെയ്യേണ്ട എങ്ങനെയാന്ന് ഒരു ക്ലാസ് എടുക്കുകയായിരുന്നു. അതുപോലെ മനസ്സിലായോ? ഇനി അതങ്ങ് ഫോളോ ചെയ്താൽ മതി. താങ്ക്സ് ആന്റി. ആന്റി, എന്നൊന്ന് വീട്ടിൽ കൊണ്ടുവിടാൻ പറയോ? ആര്, ഞാനോ? ഒന്ന് കൊണ്ടുവിട്ടേക്കടാ. വാ വാ. ബൈ ആന്റി. താങ്ക് യു. ഇവന്റെ കൂടപ്പുറപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ. എന്താ കഥ? ഞാൻ നിങ്ങളുടെ ഫ്രണ്ടോ? തമാശ പറയാ. ഇതിലെന്താ ഇപ്പൊ ഇത്ര തമാശ? ഫ്രണ്ട്ഷിപ്പിന് പ്രായഭേദമുണ്ടാ? ഇത് പറയാനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? അല്ലേട്ടോ, പുറത്തു പറയാൻ പറ്റാത്തൊരു രഹസ്യം പറയാനാ. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? ആ പാദപസ്തിയിലെ ഹോമത്തിന് മന്ത്രം എന്നെ കൊണ്ട് ചൊല്ലിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കണേ? ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? നീ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമോ? നിക്കോ? പൂജാരിമാർക്ക് പ്രേമം പാടണ്ടോ? എന്താ പൂജാരിമാർക്ക് പാടില്ലാന്നുണ്ടോ? ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളുക. സലീം അനാർക്കലി, റോമിയോ ജൂലിയറ്റ്, ലൈല മജ്നു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലാതെ പേരിനെങ്കിലും ഒരു പൂജാരിയുടെ പേര് പറയാനാവോ? ചരിത്രങ്ങളൊക്കെ നോവ് ഇവിടെ തിരുത്തി കുറിക്കും. നിന്റെ പ്രേമത്തെ കുറിച്ച് പറയാ. പ്രേമം പ്രേമം പ്രേമം. പ്രേമത്തിൽ വല്ലതും കുടുങ്ങിയോ? എന്താ ഒരു കള്ളച്ചിരി? ഈ നാണം കണ്ട പേടിയാ വരിക. ഗുരുദേവാ, ഈ നാണം അങ്ങടെ അവസാനിപ്പിച്ച് ആ കുട്ടി ആരാണെന്ന് പറയാ. മംഗലശ്ശേരിയിലെ ഗണപതി ശാസ്ത്രികളില്ലേ? ഇല്ലാലോ. അയാള് കഴിഞ്ഞ കുംഭമേളയില് വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? അയാളുടെ പീഠകർമ്മത്തിന് പോയപ്പോ മൂത്ത മകൾ ശശികലയെ നോമ്പൊന്ന് കൊടുത്തു. എന്താ ഇത് ഗുരുദേവാ? മന്ത്രോച്ചാരണത്തിനിടയ്ക്കും കണ്ണുകൾ വെറുതെ ഇരുന്നില്ല, കൊടുത്തു വന്ന്. ദൗർഭാഗ്യത്തിന് എന്റെ ഇഷ്ടം അറിയിക്കണതിന് മുമ്പ് അവളുടെ വേടി കഴിഞ്ഞു പോയി. അവൾക്കൊരു അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു, ലക്ഷ്മി എന്ന പേര്. നമുക്ക് ചേരില്ല, അതുകൊണ്ടൊരു കൊശവന്റെ കൂടെ അവളെ വേടി കഴിപ്പിച്ചയച്ചു. അവളുടെ അനിയത്തി ഒരു ചന്ദ്രക്കലയുണ്ടടാ. അവളും കൂടെ പോയാ പിന്നെ അവളുടെ അമ്മ ബാക്കിയുണ്ട്. ആ ഒരു പേടി എനിക്കുണ്ടടാ. അതുകൊണ്ട് 1 വർഷം മുമ്പ് അമ്മയും മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശരി, ചന്ദ്രകലയെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. നിന്റെ മനസ്സിലുള്ള കാര്യങ്ങള് നീ അവളോടൊന്ന് സംസാരിക്കണം. കുട്ടി ഇങ്ങോട്ട് വിളിക്കുക ഗുരുദേവ, ഞാനില്ലേ.
അത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട കേട്ടോ. നിന്റെ ഈ ചോരത്തിളപ്പ് കാണുമ്പോ അവിടെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാ. വീട് ഭേഷായിരിക്കണോ ഗുരുദേവ? പേശായിട്ട് നീ പറയുമല്ലോ അല്ലേ? എന്നെ വിശ്വാസം ഇല്ലേ ഗുരുദേവ? സൗഖ്യമാണോ? നിങ്ങളുള്ളപ്പോ ഞങ്ങൾക്ക് എന്തിന്റെ കുറവാ ഭട്ടു? ഭട്ടുവാ? അമ്മായി സ്നേഹം കൊണ്ട് വിളിക്കണതാ. വരിക. ഇതാരാ? എന്റെ അനന്തരവനാ, ശിഷ്യനും കൂടിയാ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. വെയില് തലഞ്ഞു വന്നതല്ലേ, ഞാൻ കുടിക്കാൻ സംഭാരം ആയിക്കോട്ടെ. ആ, ഗുരുദേവ, എന്താ? ഈ സാധനങ്ങളൊക്കെ നോം തന്നെ വാങ്ങി കൊടുത്തതാ. ശരിക്ക് പറഞ്ഞാ ഗുരുദേവൻ അങ്ങോട്ട് വഹിച്ചൂല്ലേ? ഈ വേളി കഴിഞ്ഞ് കിട്ടിയാ എല്ലാം എന്റേതാവൂലടോ. ഈയിടെയായിട്ട് ഇത്തിരി തിരക്ക് കൂടുതലാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ടൊന്നും കാണാറില്ല. പറയാ. പിന്നെ 6 മണിക്ക് ജോഗിങ്, 7 മണിക്ക് ജിമ്മ്, 8 മണിക്ക് യോഗ. എന്റെ ഗുരുദേവൻ 6 പാക്ക് ആവാനുള്ള ശ്രമത്തിലാ. ഹൈ, അതൊക്കെ ഇവിടെ പറയണോ? അങ്ങൊന്ന് വെറുതെ ഇരിക്കുക. ഇത്രയും കാലം അങ്ങ് ബ്രഹ്മചാരിയായിരുന്നു എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ആശ്ചര്യമായിരിക്കുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വേളിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു അല്ലേ അമ്മായി? അതെ അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് വാർദ്ധക്യായി. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഗുരുദേവൻ ഇപ്പോഴും യവ്വനല്ലേ? അറിയോ, കഴിഞ്ഞ ആഴ്ച ഒരു വേടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ വേളിപ്പെണ്ണ എന്നെ ഗുരുദേവനോട് പൊളിച്ചോടാൻ തയ്യാറായി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക ഗുരുദേവ. ആ, ഇതൊക്കെ എന്താ ഇത്ര പറയാൻ? ഇതൊക്കെ പതിവുള്ളതല്ലേ? അമ്മായി കേട്ടിരിക്കും. കേട്ടിട്ടില്ലാലോ. എന്നെ ശുണ്ടി പിടിപ്പിക്കരുതാ. അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? ഇതൊക്കെ ഒരു വിദ്യല്ലേ അമ്മായി? ചന്തു എവിടെ? ഇവിടെ ഉണ്ട്. പൂജ കഴിഞ്ഞ് രാമായണം വായിക്കാൻ ഞാൻ വിളിക്കാം. ചന്തു. എടാ ചാരി, ചന്തുവിനെ കുറിച്ച് ഞാൻ എങ്ങനെയാ വർണ്ണിക്കുക? നല്ല പഞ്ചവർണ്ണ കിളിയെ പോലെ ഉണ്ടാവും. ഗുരുദേവനെ കണ്ടാ നോക്കൂത്തേക്ക് മുണ്ടെടുപ്പിച്ചോളുണ്ടാവും. മാച്ച് ആവോ? നിന്റെ നാവ്. വരുന്നു. എന്റെ ശിവനെ, ഈ സ്ത്രീക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മായി, ചന്തു വരണുണ്ട്. ഗുരുദേവ, കുട്ടി നോക്കണില്ലാലോ? നാണിച്ചിട്ടാ. ഇപ്പൊ കണ്ടോളൂ. ചന്തു, ഇവളോ? എന്താ പറ്റിയേ? അതല്ല ഗുരുദേവ, അത്യാവശ്യം ഒരു വട്ടം പറയാനായിട്ട് പുറത്തോട്ട് വരിക. എന്താ നിനക്ക് പറയാനുള്ളത്? അതൊക്കെ ഞാൻ പറയുന്നുണ്ട്, അങ്ങോട്ട് പുറത്തേക്ക് വരിക. ഭട്ടതിരി നിൽക്കൂ. ചന്തു, നിന്നോട് ഭട്ടതിരിന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഭട്ടു. ശരി ഭട്ടു. ഭട്ടു തന്നെ 2-in-1 സെറ്റ് പാടണില്ല. കാലത്ത് സുപ്രഭാതം കേൾക്കാത്തോണ്ട് ഒരു സുഖമില്ല. അതൊന്ന് നന്നാക്കി കൊണ്ടുവരാൻ അയാളെ ഒന്ന് അയക്കോ? അത്രല്ലേ ഉള്ളൂ. അത് ഓർത്ത് വിഷമിക്കണ്ട, ഇവൻ റിപ്പയർ ചെയ്യും. കാണിച്ചു കൊടുക്കുക, ചെല്ലുക. ഗുരുദേവ, നിക്ക് പറയാനുള്ളതും ഒരു 2-in-1 കാര്യമാ. ആദ്യം ചന്തുവിന്റെ 2-in-1 റിപ്പയർ ചെയ്ത് കൊടുക്കുക. പോവുക. ഹായ്, ഹായ്. ദേ കൃഷ്ണ, എന്താ ഈ കുട്ടി കാട്ടണേ? എന്താടാ നീ പറയാൻ പോകുന്നേ? അതേടാ, ദേ വീണ്ടും ഇടാന്ന്. നീ ഭട്ടതിരിയുടെ സ്വിമ്മിംഗ് പൂളിൽ കണ്ട കാര്യം പറയാൻ പോവാ? പിന്നെ പറയാതെ കളർ ടിവിയും VCRും 2-in-1 ഒക്കെ ആയിട്ട് എന്റെ ഗുരുദേവനെ ശരിക്കും നക്കിയെടുത്തില്ലേ? പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആഹാ, ശരി, ചെന്ന് പറ, ഞാനും പറയാം. എന്താ പറയാൻ പോണേ? അതെ, സ്വിമ്മിംഗ് പൂളിൽ വെച്ച് എന്റെ കണ്ണി കണ്ടിടത്തൊക്കെ തൊട്ടത്, എന്റെ ദേഹത്ത് എവിടെയൊക്കെ മറുകുണ്ടെന്ന് കണ്ടുപിടിച്ചത്. വട, നമുക്ക് പോയി പറയാം. ഇതൊക്കെ പറഞ്ഞ എന്റെ ഗുരുദേവന്റെ ഹാർട്ട് അമിട്ട് പൊട്ടണ പോലെ പൊട്ടുവേ. പൊട്ടുവല്ലോ. അപ്പോഴേ നീയും അടയ്ക്കാം, ഞാനും അടയ്ക്കാം. എന്താ അത്? വായ എന്നാ തുറക്ക.